നിങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. നഗരിയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരിയാൻ തോന്നിയത്, അല്ല വേറൊന്നുമല്ല. നമ്മുടെ വീഡിയോ സതീശൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ സിയ ഫാത്തിമയുടെ വിഷയം വന്നപ്പോഴേ, അതായത് വിദ്യാഭ്യാസ മന്ത്രിയെ നല്ല വർണ്ണിച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതാ കിടക്കുന്നു അടുത്തത്. ഇതുപോലത്തുള്ള ഒരു അവസരവാദി പ്രതിപക്ഷ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ടിട്ടില്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഈ സതീശൻ. അത് UDF-ലുള്ള പലരും അംഗീകരിക്കുന്നുണ്ട്, പല MLA-മാരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇദ്ദേഹത്തെ തിരുത്താൻ ആരുമില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. ചിലരെ മാറ്റേണ്ട ടൈമാകുമ്പോൾ മാറ്റണം, അതാണ് വേണ്ടത്. പിന്നീട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ പഠിക്കുന്ന മക്കൾ എന്ത് ഗതികേടാണ് അല്ലേ. പക്ഷേ ഇത് പറയേണ്ടത് ഇപ്പോഴല്ലായിരുന്നു, 2011 ശേഷമായിരുന്നു. അന്ന് പറയണമായിരുന്നു. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി സത്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, ഇന്നിപ്പോൾ ഉള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ്? കുറച്ച് ലോജിക്ക് വേണ്ടേ നമ്മുടെ സതീശൻ സാറേ? കുറച്ച് ലോജിക്ക് വേണ്ടേ? പറയുമ്പോൾ എന്ത് വേണം, അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. എന്തെങ്കിലും പറയാൻ നിൽക്കാവുള്ളൂ കേട്ടോ. എനിക്കിത്രേ പറയാനുള്ളൂ.